ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. വിശുദ്ധ ലൂക്കോസ് 1:38. ഇതാണ് മറിയത്തിന്റെ ദാസീഭാവം. രാജ്ഞിയായിരിക്കേണ്ടവൾ ദാസിയായി സ്വയം പ്രഖ്യാപിച്ചു. ദൈവത്തിന്റെ പദ്ധതിയിൽ അവൾ തന്റെ സ്ഥാനം ചെറുതാക്കി. ദൈവത്തെ മാത്രം മഹത്വപ്പെടുത്തി. ദൈവത്തിന്റെ വിളി കേട്ടിയുടൻ അവൾ തന്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ സേവിക്കാൻ ബന്ധപ്പെട്ട് മലനാട്ടിലേക്ക് പോയി. ദാസിയുടെ മനസ്സോടെ സ്നേഹത്തിന്റെയും കരുണയുടെയും കൈകൾ അവൾ നീട്ടിക്കൊടുത്തു. സ്വന്തം ആഗ്രഹങ്ങളും പദ്ധതികളും ഉപേക്ഷിച്ച് ദൈവത്തിന്റെ ഇഷ്ടം ഏറ്റെടുത്തത് ദാസീഭാവത്തിന്റെ മാതൃകയാണ് അവളുടെ ജീവിതം. എപ്പോഴും ദൈവത്തെ ബോധപ്പെടുത്തി വിനീതരായി ജീവിക്കുക എന്നതാണ് ദൈവമാതാവായ കന്യകാമറിയാം നമ്മെ തന്റെ ദാസീഭാവത്തിലൂടെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് മുൻപിൽ വിനയം പുലർത്തുക, സേവന മനസ്സോടെ ജീവിക്കുക, നമ്മുടെ ജീവിതം ദൈവത്തിന്റെ മുതനായി സമർപ്പിക്കുക. ദൈവം നാം എല്ലാവരും അനുഗ്രഹിക്കട്ടെ.